ജെല്ലി പോലെ ഇരിക്കുന്ന കിണ്ണത്തപ്പം ഉണ്ടാക്കിത്താ എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഇന്ന് വന്നത്. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ജെല്ലി ആയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അപ്പം ഇടിയപ്പം പൊടിയില്ലേ അത് 1 കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെയാണ്, പെട്ടെന്നാണ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക്. അപ്പോൾ അതിലേക്ക് അധികം വെള്ളം ചേർക്കാത്ത 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്കിനി 1/2 കപ്പ് നിറച്ചും പഞ്ചസാര 2 ഏലക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ മാവ് കട്ടയായിട്ടിരിക്കും. അതുകൊണ്ടാണ്. അപ്പം നല്ല മധുരം കേട്ടോ ഇതിന്. അപ്പം മധുരം കുറച്ച് മതിയെങ്കിൽ കുറച്ച് പഞ്ചസാര കുറച്ചെടുക്കണം. 1/2 കപ്പിലും താഴെ എടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഈ ജെല്ലി പോലെ ഇരിക്കുന്നതെന്ന് പറയുന്നത് മുട്ടയൊക്കെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്ത് 2 പ്രാവശ്യം അരിച്ചെടുത്ത് അങ്ങനെ ഉണ്ടാകും കേട്ടോ കിണ്ണത്തപ്പം. അപ്പോൾ അതാണ് നല്ല ജെല്ലി പോലെ ഇരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ വേണ്ട, അതിലും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇഷ്ടമുള്ള കണക്ക് ചേർക്കാം. അപ്പം ഞാനൊന്നും ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ അരമണിക്കൂർ അടച്ചു വെക്കണം. ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പി വെച്ച് അതിൽ കുറച്ച് വെള്ളം വെച്ച് അതിലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് ഇനി ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് പകുതി മാവ് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് കട്ടിയൊന്നും വേണ്ട, നൈസായിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. ഇപ്പം ഞാനൊരു 3 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഒരു 20 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ പുറത്ത് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ കിസ്മിസ് ഇട്ട് ഉണ്ടാക്കിയ വട്ടയപ്പം ഇവിടെ ആളുകൾ കൊണ്ടുപോയി കഴിച്ചു. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ രണ്ടാമത് ചുട്ട കിണ്ണത്തപ്പം കേട്ടോ ഇത്. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്ന് മുറിച്ചും കൂടി കാണിക്കാം. ഇതുപോലെ ഉണ്ടാക്കുന്നത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഇപ്പം തന്നെ തീരും ഇതും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ്. അപ്പം ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.